സ്കോക്ക് ഡ്രാഗൺ. റൈറ്റർ ഡയറക്ടർ അശ്വത് മാരിമുത്തു. തമിഴ് സിനിമയാണ്. ഓമൈ കടവുളെ ഇദ്ദേഹത്തിൻ്റെ സിനിമയാണ് അശ്വത് മാരിമുത്തുവിൻ്റെ. ഈ സിനിമയുടെ കഥ അശ്വത് മാരിമുത്തു ഉണ്ട്. അതോടൊപ്പം തന്നെ കഥാനായകനായിട്ടുള്ള ഈ സിനിമയിലെ ഹീറോ ആയിട്ടുള്ള പ്രദീപ് രംഗനാഥനും കൂടി ചേർന്നിട്ടാണ് എഴുതിയിട്ടുള്ളത്. പ്രദീപ് രംഗനാഥനെ എല്ലാവർക്കും അറിയാം. ലവ് ടുഡേ കാണാത്ത ആളുകൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ കോമാളി 2009 ഇറങ്ങിയ കോമാളി, ജയൻ രവി നായകനായിട്ടുള്ള കോമാളി ഡയറക്റ്റ് ചെയ്തതും പ്രദീപ് രംഗനാഥനാണ്. ഈ പറഞ്ഞ സിനിമയായിട്ടുള്ള ഓമൈ കടവുളുടെ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള ലിയോൺ ജെയിംസ് ആണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് പട്ടയ്ക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. സോങ്സൊക്കെ കൊള്ളാം, പക്ഷെ ഒന്നുകൂടെ ഒന്ന് പട്ടയ്ക്കണമായിരുന്നു. അതുപോലെ തന്നെ സ്കോറും കൂടെ ഒന്ന് സെറ്റായിട്ടുണ്ടെങ്കിൽ കുറേ സിഗ്നേച്ചർ സ്കോർ വരേണ്ട ഒരു പടമാണ്. അത് വന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. AGS മറ്റേ അഘോരം കല്ലൈപ്പത്തി ടീംസാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. ജോൺറെ നോക്കുമ്പോൾ ഇറ്റ്സ് എ കമ്മിങ് ഓഫ് ഏജ് കോമഡി ഡ്രാമ. ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം, ഈ പ്രദീപ് രംഗനാഥിൻ്റെ കഥാപാത്രം ഡി രാഘവൻ. ഡ്രാഗൺ എന്ന് പറഞ്ഞ പേര് സിനിമയ്ക്ക് വന്നത് ഇദ്ദേഹം തന്നെ വിളിച്ചാണ്. അവ ഒഴിവാക്കിയിട്ട് ബാക്കി ഡിയും ചേർത്ത് ഡ്രാഗൺ, ഡി രാഘവൻ ചുരുക്കി ഡ്രാഗൺ ആക്കിയതാണ്. അതിന് റീസൺ ഉണ്ട്. ഇത് കമ്മിങ് ഓഫ് ഏജ് ആണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ +2 മുതലാണ് സിനിമ തുടങ്ങുന്നത്. +2 പാസ്സായി ഗോൾഡ് മെഡൽ നേടി അത്രയും മാർക്സ് വാങ്ങി നിൽക്കുന്ന ഒരു പാവം പയ്യനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഡ്രാഗൺ. അവിടെ നിന്ന് ഒരു പെണ്ണ് റിജക്റ്റ് ചെയ്യണേ. ആ പെണ്ണ് റിജക്റ്റ് ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇവൻ ഒരു അയ്യോ പാവം പഠിപ്പിക്കും. അവൾക്ക് വേണ്ടത് ബാഡ് ബോയിനെ വേണ്ടത്, ഡെട്ടി ബോയിനെ വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരുത്തൻ്റെ കൂടെ അവൾ പോവാണ്. ഇതിൽ നിന്ന് ഇവനുണ്ടായിട്ടുള്ള ഷോക്ക് കൊണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഇവൻ പിന്നെ ബാഡ് ബോയെ മാറാണ്. അതാണ് സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഡി രാഘവൻ ഡ്രാഗണായി മാറുന്നത്. പിന്നെ +2 കഴിഞ്ഞ് പിന്നെ നേരെ കോളേജാണ്, എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടെ പ്രിൻസിപ്പളായിട്ട് നമ്മുടെ മിസ്കിൻ ഇതിൽ നൈസ് ക്യാരക്ടറാണ്, നൈസ് പെർഫോമൻസ് ആണ്. അവിടെ നിന്ന് മുതൽ പിന്നെ കഥ ഇങ്ങനെ പോവുകയാണ്. ഇദ്ദേഹം കോളേജിൽ കാണിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ലവ് റിലേഷൻഷിപ്പ് ഉണ്ട്. അനുപമ പരമേശ്വരൻ കിഡുമായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവർക്ക് തീരെ പ്രായം തോന്നിക്കില്ല കേട്ടോ. ഇപ്പോഴും കണ്ടു കഴിഞ്ഞാലും കോളേജ് ഗേൾ, പക്ക ഒരു +2 കഴിഞ്ഞ് വന്ന ഗേള്. പ്രേമം ഇറങ്ങിയിട്ട് 10 വർഷമായി. 2015 ഇറങ്ങിയ സിനിമയാണ് പ്രേമം. ഇപ്പോഴും അനുപമ പരമേശ്വരൻ ഒരു മാറ്റമില്ല. അത് മാത്രമല്ല ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള റോളുണ്ട്. അത് അവർ നന്നായിട്ട് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ മാസ് കാണിച്ച് ബാഡ് ബോയ് ആയിട്ട് ഒരു വസ്തു പഠിക്കാതെ ക്ലാസ് കയറാതെ തെണ്ടി നടന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പേപ്പറും പൊട്ടി. 46 അരിയേഴ്സ്, എവളോ 46 അരിയേഴ്സ്. അപ്പം അങ്ങനെ പുറത്ത് വന്ന ഒരുത്തനാണ്. ഇവൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഇവൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് LCUലെ നെപ്പോളിയൻ, നമ്മുടെ പോലീസ് ഉണ്ടല്ലോ അദ്ദേഹം, മരിയാൻ, അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. ആ അച്ഛനായിട്ടുള്ള റിലേഷൻഷിപ്പ് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഇമോഷണലായിട്ട്, അത് നോർമലി തമിഴ് പടത്തിൽ വരുന്നൊരു പരിപാടിയാണ് അത്. പക്ഷേ ഇതിൽ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അങ്ങനെ പുറത്ത് വന്ന് ഇവൻ ഒരു വ്യാളിച്ചക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉടായിപ്പ്. അതായത് എല്ലാവരും ഊമ്പിക്കുക, വീട്ടുകാരെ ഊമ്പിക്കുക, കൂട്ടുകാരുടെ കൂടെ ഒട്ടി അവരുടെ ചിലവിൽ ജീവിക്കുക, കാമുകിയെ ഊമ്പിക്കുക, കാമുകിയെ കൊണ്ട് ഇൻസ്റ്റാമാർട്ടിൽ സാധനം ഓർഡർ ചെയ്യിക്കുക, സിഗരറ്റ് വാങ്ങിപ്പിക്കുക, ഫുഡ് വാങ്ങിക്കുക, എന്നിട്ട് അതെടുത്ത് വ്ളോഗ് ചെയ്യുക, റീൽസ് ഇടുക. അങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള ഇങ്ങനത്തെ കുറേ ചെക്കന്മാർ നാട്ടിലുണ്ട് എന്നുള്ളൊരു ഫാക്റ്റാണ്. അങ്ങനെയുള്ള ഒരുത്തനായിട്ട് പണിക്കും പോവില്ല ഇങ്ങനെ നടക്കണ ഒരുത്തൻ. ഇതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രേക്കപ്പ് സീൻസ് ഈ പടത്തിലുണ്ട്. അനുപമ പരമേശ്വരൻ ഇവനും കൂടെയുള്ള സീനുണ്ട്. അതൊരു കീട്ടുള്ള സീനാണ്. ഒരു കഫയിൽ വെച്ചുള്ള സീന്, മഴയൊക്കെ പെയ്തിട്ട് അന്യായ പെർഫോമൻസ്. ഇദ്ദേഹവും ഈ രംഗനാഥനും അനുപമയും കീടിലം പെർഫോമൻസ്. ആ സമയത്ത് ഒരു സോങ് ഉണ്ട്. എല്ലാം കൂടി വന്നിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രേക്കപ്പ് സീൻസ്. പഴയ നടി സ്നേഹ ഒരു സീനിൽ വന്ന് പോകുന്നുണ്ട്. പിന്നെ ഇതിൽ അനുപമ പരമേശ്വരനെ കൂടാതെ ഒരു മെയിൻ റോൾ ചെയ്തിരിക്കുന്നത് കയഡു ലോഹാറാണ്. അവരുടെ ലുക്ക് അറിയാലോ, ഇതിൽ ബ്യൂട്ടിഫുൾ ആണ്. ഒരു ഹോട്ടായിട്ടുള്ള ക്യാരക്ടറാണ്. അവർ നല്ല ഹോട്ടായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹവും പിന്നെ ഈ പ്രദീപ് രംഗനാഥനും കയഡു ലോഹാറും കൂടിയുള്ള കോമ്പിനേഷൻ സീൻസ് ഉണ്ട് കുറേ. അതൊരു ഡേറ്റിങ്ങും അതിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അതിനകത്തുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കുറേ ക്വാളിറ്റീസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ലോയൽറ്റി ചെക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ RCB ഫാനാണ്. നോർമലി ചെന്നൈ ആയതുകൊണ്ട് തമിഴ്നാട് ആയതുകൊണ്ട് CSK ഫാൻ ആയിരിക്കണമല്ലോ. പക്ഷേ ഹീസ് ആൻ RCB ഫാൻ. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോയൽറ്റി ചെക്ക് ചെയ്ത് എങ്ങനെയാണ് മനസ്സിലാക്കാണല്ലോ. ഇത്ര വർഷമായിട്ടും ഒരു കപ്പ പോലും നേടാത്ത RCBയുടെ കൂടെ ഇപ്പോഴാണ് നിൽക്കുന്നത്. അതിനും വലിയ ലോയൽറ്റി വേറെ എന്താ ചെക്ക് ചെയ്യണ്ടേ. അങ്ങനെ അതൊരു അടിപൊളി സീനായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിങ്ങനെ പോവാണ്. ഈ ഇൻ്റർവെല്ലോട് കൂടി ഒരു ട്വിസ്റ്റൊക്കെ വന്ന് പിന്നെ നമ്മുടെ GVM ഇതിനകത്തുണ്ട്. GVM ഇസ് ടൈലർ മെയ്ഡ് റോളാണ്. കോർപ്പറേറ്റ് ആണ് അദ്ദേഹം ചുമ്മാ വന്നാൽ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ മതി. അദ്ദേഹം തന്നെയായിട്ട് അഭിനയിച്ചാലും കുഴപ്പമില്ല. അതുപോലത്തെ ടൈലർ മെയ്ഡ് റോളാണ് GVM കിടക്കിയിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ള സീൻ എന്ന് പറയുന്നത് ഒരു പ്രോക്സി ഇൻ്റർവ്യൂ ഉണ്ട്. അത് അടിപൊളി സീനായിരുന്നു. ഇങ്ങനെ പോകുന്നൊരു സിനിമ. ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച്
കാര്യമായിട്ട് നമുക്ക് ഒന്നും ചിന്തിക്കാനും ആലോചിക്കാനും സമയമില്ല. സിനിമയുടെ കൂടി തന്നെ ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്ന അത്രയും വെൽ പാക്ഡ് ആയിട്ട് മേക്ക് ചെയ്തിട്ടുള്ള, അങ്ങനെ സീൻസ് എഴുതി വെച്ചിട്ടുള്ള ഇത്രയും ആളുകളുടെ കിടലും പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. കോളേജ് ഡേയ്സ് ലൈക്ക് ഇതിൽ ഒന്ന് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇവർ ചെയ്തത്, നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്ന കുറേ സംഭവങ്ങളുണ്ട്. നമ്മുടെ സിനിമകൾ തുടക്കത്തിൽ തന്നെ തെമ്മാടിക്കാറ്റെ സോങ്, അതിൻ്റെ ഒരു റീൽസ് കാണിക്കുന്നുണ്ട് ഇദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ പ്രേമം തമിഴ്നാട്ടിൽ എത്രമാത്രം ഹിറ്റായിരുന്നു അറിയാലോ. പ്രേമത്തിലെ നമ്മുടെ മലർമിസ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഇതിനകത്തുണ്ട്. അതും അനുപമ പരമേശ്വരൻ പ്രേമത്തിൽ അഭിനയിച്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മലർമിസ്സും അനുപമ പരമേശ്വരനും അതിൻ്റെ ഒരു പരിപാടി വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. തമിഴന്മാർക്കും കണക്റ്റ് ആവും, കാരണം അവിടെ അത്ര ഹിറ്റായ പടമാണ്. പിന്നെ ആവേശത്തെക്കുറിച്ച് ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഇലൂമിനാറ്റി സോങ് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേ മലയാളി പരിപാടി കാണിക്കുന്നുണ്ട്. മമ്മൂട്ടി എനിക്ക് ഇഷ്ടമാണ്. അതൊക്കെ പോലെ തന്നെ കുറച്ചും കൂടി അധികം മലയാളി കണക്ഷൻസ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ സിനിമയുടെ ഡയറക്ടർ അശ്വത് മാരിമുത്തു. അദ്ദേഹത്തെ കൂടാതെ ഓൺ സ്ക്രീനിൽ വന്നിട്ടുള്ള മിക്ക ആളുകളും ഡയറക്ടേഴ്സാണ്. പ്രദീപ് രംഗനാഥൻ ഡയറക്ടറാണ്, GM ഡയറക്ടറാണ്, മിസ്കിൻ ഡയറക്ടറാണ്, പിന്നെ KS രവികുമാറുണ്ട്, അദ്ദേഹം ഡയറക്ടറാണ്. പിന്നെ ഒരുപാട് ഡയറക്ടേഴ്സ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ടുവേർഡ്സ് ക്ലൈമാക്സ് കുറച്ച് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ, വാല്യൂ ഓഫ് എത്തിക്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കുറച്ച് നല്ല കണക്റ്റ് ആവുന്ന തരത്തിലുള്ള ഇമോഷണൽ സീൻസും, അങ്ങനെ ഒരു നല്ല ഒരു വൈബിൽ കാണാൻ പറ്റിയ, നല്ല ക്രൗഡിൻ്റെ കൂടെ കാണാൻ പറ്റിയ ഒരു നൈസ് പടം. അതാണ് ഡ്രാഗൺ. തമിഴ് നടന്മാരിൽ ഏറ്റവും ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഡേ ടു ഡേ ലൈഫായിട്ട് ലൈക്ക് ഇങ്ങനത്തെ ബാച്ചിലേഴ്സ്, VIP ഒക്കെ കണ്ടതല്ലേ, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്ത് പെട്ടെന്ന് ബാച്ചിലേഴ്സിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ ധനുഷാണ്. ധനുഷിനേക്കാൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് പ്രദീപ് രംഗനാഥൻ. കാരണം ധനുഷിൻ്റെ കുറച്ചും കൂടെ ഒരു മൈൽഡ് വേർഷനാണ്, കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് വേർഷനാണ്, നമ്മളായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വേർഷനാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നല്ല ഫാൻ ബേസ് ലോക്കൽസിൻ്റെ ഇടയിലുണ്ട്. ലോക്കൽസ് ഇൻ ദ സെൻസ് ഈ ഒരു കാറ്റഗറി, ഏജ് കാറ്റഗറി, ഈ ഒരു എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള ആളുകൾ, ഈ ഒരു കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈലുള്ള അല്ലെങ്കിൽ ലൈഫ് സെറ്റിംഗ് ഉള്ള ആളുകൾക്കിടയിൽ പെട്ടെന്ന് കണക്റ്റ് ആവും പ്രദീപ് രംഗനാഥൻ. ഈ മോൻ വന്നത് ചുമ്മാതങ്ങ് പോകാനല്ലാന്ന് ഈ ഡ്രാഗൺ കൂടെ കണ്ടാൽ മനസ്സിലാവും.